സംഭവം നീ പറഞ്ഞ ഐഡിയ കുഴപ്പമൊന്നുമില്ല. അമ്മാവ ഞാൻ ഒരുപാട് പേരെടുത്ത് ചർച്ച ചെയ്തു, എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. അതായത് ചെയ്ത് കഴിഞ്ഞാൽ വെച്ചടി ലാഭം ഉണ്ടാവുന്ന പറയണേ. ഞാൻ നോക്കുമ്പോ എന്താ വെച്ചാൽ നമുക്ക് നല്ല വെളിച്ചെണ്ണ ഉപയോഗിക്കാമല്ലോ. പിന്നെ ഇപ്പൊ തേങ്ങയായിട്ട് വിറ്റാലും പൈസ നഷ്ടമൊന്നും വരാൻ പോണില്ല. തേങ്ങ എടുത്തു കഴിഞ്ഞാൽ തൊണ്ടും ചകിരിയും ഒക്കെ കിട്ടും, അതും ബിസിനസ് ചെയ്യാം. പിന്നെ ഞങ്ങൾ പിടിച്ചാലോ ഒന്ന്? ഞാൻ ഇത് മുമ്പേ പറയണതല്ലേ, ഈ അളിഞ്ഞ രാഷ്ട്രീയം മാറ്റിയിട്ട് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യാൻ ഇത് തയ്യാറാവായിട്ടല്ലേ? ഇത് കാര്യമായിട്ട് പച്ച പിടിക്കുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയം ഞാൻ കാല് മുടക്കി അടിക്കും. വേണ്ട ഉറപ്പാ. അല്ല പിന്നെ ഇവിടെ ഇപ്പൊ സൗകര്യത്തിന് കുഴപ്പമൊന്നുമില്ലോ. നല്ല മുറ്റുണ്ട്, തേങ്ങ വേണം കൊടുത്തിട്ട് നമുക്ക് എത്ര വേണമെങ്കിൽ ഇവിടെ സ്വരൂപിക്കാം, പൊളിക്കാം, അല്ലേ? അതൊക്കെയുള്ള സൗകര്യം ഉണ്ട്. പിന്നെ തേങ്ങ ഇപ്പൊ എണ്ണ ആട്ടണമെങ്കിൽ ഇപ്പൊ നമുക്ക് എന്തായാലും ചക്ക മെഷീനൊന്നും മേടിക്കാൻ പറ്റില്ല. അപ്പൊ എൻ്റെ ഒരു കൂട്ടുകാരന്റെ മില്ലുണ്ട്, അവിടെ നമുക്ക് എല്ലാവർക്കും കൊടുക്കണേക്കാൾ ഒരു ബിസിനസ്സിനായിട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് കാശൊക്കെ കുറച്ച് കിട്ടാനുള്ള വഴി ഉണ്ട്. അത് ഞാൻ നോക്കാം. അല്ല, ഞാൻ ഈ വേലായുധന്റെ മില്ലിൽ ഞാൻ ഇങ്ങനെ ചുമ്മാ ഒന്ന് സംസാരിച്ചു. അല്ലെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല, എവിടെയാണ് ലാഭച്ച നമുക്ക് അവിടെ കൊടുക്കാം. നമുക്കൊരു മില്ല് എടുക്കാൻ നോക്കിയാലോ? ഉടനെ നല്ല കാശ് വേണം. അല്ല, അതിന് ലോണ് കിട്ടും, ബാങ്കിൽ നിന്ന് ലോണ് കിട്ടും. അല്ല, അപ്പൊ അങ്ങനെയൊക്കെ തുടങ്ങുകയാണെങ്കിൽ തന്നെ ഞാൻ എന്തിനും റെഡിയാണ്. ഞാൻ ഇപ്പൊ തേങ്ങ പൊളിക്കണോ അല്ലെങ്കിൽ ആട്ടണോ, ഞാൻ റെഡി. പിന്നെ നമ്മുടെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, പാക്കറ്റ് പറഞ്ഞാൽ അതിന് ഞാനൊരു പേര് കണ്ടുവച്ചിട്ടുണ്ട്, തനിത്തങ്കം വെളിച്ചെണ്ണ. പിന്നെ അതൊന്നും വേണ്ട, എന്റെ പേരോ കൊച്ചിന്റെ പേരില്ല. എന്നാ തനിത്തങ്കം തക്കിളി വെളിച്ചെണ്ണ. ഇരുന്നിട്ട് കാലം നീട്ടാ, തണ്ടലോടിയും. ആദ്യം ഇതിലൊക്കെ ഒന്ന് തുടങ്ങ്, എന്നിട്ട് നന്നാവോ നോക്കും. അല്ല, നമ്മൾ എന്തായാലും ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോ അതെല്ലാം കണ്ടുവച്ചു. പിന്നെ സമയത്ത് കിടന്ന് പേര് എന്ന് പറഞ്ഞു ഓടണല്ലോ. അല്ലെങ്കിൽ ക്ലീറ്റ വെളിച്ചെണ്ണാക്കിയാലോ? അതെ, ഇവൻ ഈ ഓന്ത് നിറം മാറുന്ന പോലെ എപ്പോഴാ മാറുകയെന്നറിയില്ല. ഇറങ്ങി പുറപ്പെട്ടു ഇപ്പൊ തന്നെ പോയിക്കോ. എവിടൊക്കെയാണ് തേങ്ങ ഉള്ളിച്ച അന്വേഷിക്കുക. പിന്നെ സംസാരിച്ച് ഇങ്ങനെ അവളോട് ചോദിക്കണത് മുഴുവൻ എടുത്തു കൊടുക്കല്ല, എത്ര കാശ് കുറഞ്ഞു കിട്ടും നോക്കുക. എന്നിട്ട് ഇങ്ങോട്ട് തേങ്ങ സ്വരൂപിക്കാൻ നോക്ക്, ബാക്കി നമുക്കവിടെ തുടങ്ങാം. ഈ ക്ലീറ്റോന് പക്ഷെ എല്ലാം തുടങ്ങി കഴിയുമ്പോൾ ഒരു മടി വരുന്നേ. ഈ ഇതിൽ ഞാൻ 100% ഫുൾ ചാർജ് ആയിട്ട് നിൽക്കുകയാണ്. കാരണം ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കി. ഒരുപാട് പേര് പറയണത് ഇത് നല്ല ഇതാണെന്നാ പറയണത്. അതുകൊണ്ട് നമുക്കേ ഇവിടെ തേങ്ങ ഇതിന് മാത്രം കിട്ടും, തമിഴ്നാട്ടിൽ നിന്ന് ഇറക്കിയാലോ? തമിഴ്നാട്ടിലെ തേങ്ങ ഇപ്പം എടുക്കണ്ട, കാരണം അവിടെ ഇതിൽ വിഷം അടിക്കുന്നുണ്ട്, മറ്റേ സൂചി വെക്കുന്നുണ്ട്, മരുന്ന്. ആദ്യം ഇവിടുത്തെ തേങ്ങയുടെ കാര്യം നോക്ക്. ഞാൻ 2-3 ബ്രോക്കർമാരോട് സംസാരിച്ചിട്ടുണ്ട്. ബ്രോക്കർമാരെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേറൊരു കമ്മീഷൻ. നീ ആ മേനോന്റെ വളപ്പില്ലേ അവിടെ, പിന്നെ അതേമാതിരി ശങ്കരനാരുടെ വളപ്പ്, ഇവരൊക്കെ തെങ്ങ എത്ര നിൽക്കണെന്ന് കരുതി. നോക്കാം, അവരൊന്നും പെട്ടെന്ന് നടക്കണ കൂട്ടരല്ല. സംസാരിച്ച് വില സംസാരിക്കാം. നോക്കണ്ട് അമ്മാനും കൂടെ വരുമോ? ഞാൻ വരണോ? നീ പോയിട്ട് സംസാരിച്ചു വാ, എന്താ ആവശ്യം ഉണ്ടെങ്കിലും ഞാൻ വരാലോ. കാര്യഗൗരവമായിട്ട് സംസാരിക്കാൻ ഒരാൾ എന്തായാലും ഞാൻ പോയിട്ട് എന്തെങ്കിലും വിളിക്കും. വിളിച്ചാൽ ഞാൻ വരാം. ചായ വേണം മോന്? ഒരു ചായ എടുത്തോ, നന്നായാ മതിയായിരുന്നു ഭഗവാനെ. അതെ, നിങ്ങൾ സ്ട്രോങ് ആയിട്ട് എൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ബിസിനസ് പറ്റ പിടിച്ചാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. ഉണ്ടല്ലോ, പരിപാടി തുടങ്ങിയാലോ? ആദ്യം ഈ വെളിച്ചെണ്ണ അങ്ങോട്ട് റെഡിയാവട്ടെ. എന്താ നടരാക, നീ വാ തുറക്കായിരുന്നു. ബിസിനസ് നടക്കും. നമസ്കാരം. ഈ ചെടി എന്ന് പറയുന്നുണ്ടല്ലോ ഭയങ്കര മെനക്കേടാ. സമയാസമയം വെള്ളം ഒഴിച്ചില്ലെങ്കിൽ പ്രശ്നമാണേ. ഞാനതുകൊണ്ട് ചെടി നടക്കാത്ത. ഇത് മടിയന്മാർക്ക് പറ്റിയ പണിയല്ലേ, ഉള്ളവർക്ക് പറ്റിയ പണിയാണ്. കുഴപ്പമില്ല, നിങ്ങൾക്ക് പിള്ളേർക്ക് സമയം പോകാൻ ഇതൊക്കെ. പിന്നെ നമ്മളെ ഫോണിൽ കൂടെ സംസാരിച്ചല്ലോ തേങ്ങയുടെ കാര്യം, അത് എങ്ങനെയാണ്? അത് ഒന്ന് ഇട്ടെടുത്തു, ആവശ്യത്തിനുള്ള ഇട്ടെടുത്തു. അല്ല, ഞങ്ങളത് ഇടാനും ബാക്കി ആളിനെയൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ മറ്റു കാര്യങ്ങളൊന്നും സംസാരിച്ചില്ല. സാമ്പത്തിക മാർക്കറ്റ് വിലയുള്ള അനുസരിച്ചൊക്കെ തന്നാൽ മതി. അത് ന്യായം, അത് നമ്മൾ ചെയ്യുമല്ലോ. അതിൽ വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഒരു ചെറിയ പ്രശ്നങ്ങളുണ്ട്. ആദ്യത്തെ പ്രാവശ്യം ഒരു ചെറിയ ക്രെഡിറ്റ് ഒന്ന് ചെയ്തു തരണം. ആദ്യത്തെ പ്രാവശ്യം ഒന്നുമില്ല, എത്രയും പെട്ടെന്ന് ഞാൻ എത്തിക്കാം. എങ്കിൽ പോലും ചിലപ്പോൾ അഥവാ ഒന്ന് ടൈറ്റ് ആയാൽ ഒരു 10 ആദ്യത്തെ പ്രാവശ്യത്തേക്ക് ഞാൻ ക്ഷമിക്കാം. മതി. അടുത്ത പ്രാവശ്യം മൂലം പിന്നെ അടുത്ത പ്രാവശ്യം മുമ്പേ തരും പോരെ? അപ്പോൾ നാളെ തന്നെ ഞങ്ങൾ ആളുമായിട്ട് വരും. തീർച്ചയായിട്ടും. അപ്പോൾ എന്നാൽ പിന്നെ വളരെ സന്തോഷം. ഞങ്ങൾ നാളെ തന്നെ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വരും. ഓക്കെ, എല്ലാ സഹായവും സപ്പോർട്ടും ഒക്കെ ഉണ്ടാവണം കേട്ടോ. പുതിയ സംരംഭമാണ്. കർത്താവ് ഇതെങ്കിലും ഒന്ന് പച്ച പിടിച്ചാൽ മതിയായിരുന്നു. എൻ്റെ മനസ്സ് പറഞ്ഞിട്ടുണ്ട്. ശരി. അപ്പം അളിയ 5 സ്ഥലത്ത് തേങ്ങ റെഡിയായിട്ടു. ഇതൊരു നല്ലൊരു ഐശ്വര്യത്തിന്റെ ലക്ഷണമാണ്. അങ്ങനെ സമ്മതിച്ചു. ഇതിപ്പോ എനിക്ക് തോന്നുന്നു ഈ ബിസിനസ് പച്ച പിടിക്കും. Alien versus Alien.